ഇപ്പോൾ ലോകത്തെ വിറപ്പിക്കുന്ന ഒമിക്രോണിന്റെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവരികയാണ്. കോവിഡിന്റെ ഡെൽറ്റ വകഭേദത്തെക്കാൾ കൂടുതൽ പരിവർത്തനം നടന്നത് ഒമിക്രോണിലാണെന്ന് സൂചിപ്പിക്കുന്ന ആദ്യ ചിത്രങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളത്. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ ഒമിക്രോൺ വകഭേദത്തിന്റെ ചിത്രം റോമിലെ ബാംബിനോ ഗെസു ആശുപത്രിയിലെ ഗവേഷകരാണ് പുറത്തുവിട്ടത്. ഭൂപടം പോലെ തോന്നിക്കുന്ന ത്രിമാന ചിത്രത്തിൽ മനുഷ്യകോശവുമായി ഇടപഴകുന്ന പ്രോട്ടീന്റെ ഒരു ഭാഗത്ത് ഡെൽറ്റയേക്കാൾ കൂടുതൽ പരിവർത്തനം ഒമിക്രോൺ നടത്തുന്നതായി കാണാൻ സാധിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. എന്നാൽ ഇവ കൂടുതൽ അപകടകാരിയാണെന്ന് പറയാനാകില്ല എന്നും മറ്റൊരു വകഭേദമായി മാത്രമേ പറയാനാകൂവെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എത്രത്തോളം അപകടകാരിയാണെന്ന് മറ്റു ഗവേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാകൂ. ബോട്സ്വാന, ദക്ഷിണാഫ്രിക്ക, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്ന് ശാസ്ത്ര സമൂഹത്തിന് പഠനത്തിനായി ലഭിച്ച വൈറസ് വകഭേദത്തിന്റെ ജനിതക ശ്രേണീകരണത്തിൽ നിന്നാണ് ഈ ചിത്രം നിർമ്മിച്ചെടുത്തതെന്ന് ഗവേഷകർ അറിയിച്ചു. ഇന്ന് ലോകത്തിൽ ഏറ്റവും പ്രബലമായി കണക്കാക്കുന്ന കോവിഡ് വകഭേദമാണ് ഡെൽറ്റ. ഈ വകഭേദം എത്രത്തോളം വിനാശകരമാണെന്ന് ഇന്ത്യയിലടക്കമുള്ള കോവിഡ് രണ്ടാം തരംഗം തെളിയിച്ചതാണ്. ഒമിക്രോണും ഡെൽറ്റയും തമ്മിൽ രോഗലക്ഷണങ്ങളിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല എന്ന് ഡോക്ടർ ഗുലേറിയ അറിയിച്ചു. പനി, തൊണ്ടവേദന, ക്ഷീണം, തലവേദന, ശ്വാസമുട്ടൽ, നെഞ്ചുവേദന തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഒമിക്രോൺ ബാധിതരിലും ഈ ലക്ഷണങ്ങൾ കാണപ്പെട്ടതായും അദ്ദേഹം പറയുന്നു. എന്നാൽ കോവിഡ് വന്നവരിൽ വീണ്ടും അണുബാധയ്ക്കുള്ള സാധ്യത ഒമിക്രോൺ വർദ്ധിപ്പിച്ചിരിക്കുന്നതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. കൊറോണ വൈറസ് വ്യാപനത്തിനെതിരെയുള്ള മനുഷ്യരാശിയുടെ മുഖ്യ ആയുധം വാക്സിനുകളായിരിക്കെ അവയെ നിഷ്ഫലമാക്കുന്ന വകഭേദങ്ങൾ തീർച്ചയായും ആശങ്കപ്പെടുത്തുന്നതാണ്. തങ്ങളുടെ വാക്സിനുകൾ ഒമിക്രോണിനെതിരെ കാര്യക്ഷമമാണോ എന്ന കാര്യത്തിൽ ഫൈസർ, ബയോഎൻടെക് പോലുള്ള കമ്പനികൾക്ക് പോലും ഇപ്പോൾ ഉറപ്പു പറയാനാകില്ല. പുതിയ വെല്ലുവിളിയെ നേരിടാൻ പുതിയ വാക്സിനുകൾ വേണ്ടിവരുമെന്ന സൂചന ഡോക്ടർ ഗുലേറിയയും നൽകുന്നുണ്ട്. പുതിയ വകഭേദത്തെ നേരിടാൻ പുതിയ വാക്സിൻ 100 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കുമെന്ന് ഫൈസർ അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ ബൂസ്റ്റർ ഡോസ് ഒമിക്രോണിനെ നിർജ്ജീവമാക്കുന്ന തരത്തിലാകുമെന്ന് മൊഡേണയും ഉറപ്പു പറയുന്നു. ഒമിക്രോൺ വകഭേദത്തെക്കുറിച്ച് ഇനിയുമേറെ കാര്യങ്ങൾ പുറത്തുവരാനിരിക്കെ ജനങ്ങൾ ജാഗ്രത കൈവിടരുതെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കോവിഡ് നിയന്ത്രണങ്ങളും വ്യാപകമായ പരിശോധനയും പുതിയ വകഭേദം ഡെൽറ്റയെ പോലെ വിനാശം വരുത്താതിരിക്കാൻ വേണ്ടിവരും. ഒമിക്രോണിനെ നേരിടാൻ പല രാജ്യങ്ങളും യാത്രാ നിരോധനങ്ങൾ വീണ്ടും നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയും വിമാനത്താവളങ്ങളിലടക്കം പരിശോധന വർദ്ധിപ്പിച്ച് ഒമിക്രോണിനെതിരെ അതീവ ജാഗ്രത തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.